ADGP MR അജിത് കുമാറിന്റെ സസ്പെൻഷൻ ഉത്തരവ് പുറത്ത്. നവകേരള യാത്രയ്ക്കിടെ KSU പ്രവർത്തകരെ മർദ്ദിച്ച ഗൺമാന്മാരുടെ കേസ് അട്ടിമറിക്കാൻ അജിത് കുമാർ ശ്രമിച്ചുവെന്ന് വ്യക്തമായതായി ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. വിശദാംശങ്ങളുമായി TG സജിത്താണ് ചേരുന്നത്. സജിത്ത്, എന്തൊക്കെയാണ് ഈ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്? അജിത് കുമാറിനെതിരായ ഒരു കുറ്റപത്രം എന്ന രീതിയിൽ പോലും വിശേഷിപ്പിക്കാൻ കഴിയുന്ന വിശദമായ ഒരു സസ്പെൻഷൻ ഉത്തരവാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഈ സസ്പെൻഷൻ ഉത്തരവിൽ അജിത് കുമാറിന്റെ പങ്കടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത സർക്കാർ വരുത്തിയിട്ടുണ്ട്. അതായത് ഈ സസ്പെൻഷന് കാരണമാക്കിയേക്കുന്ന എല്ലാ സാഹചര്യങ്ങളും വിശദമായി പരാമർശിച്ചുകൊണ്ടുള്ളതാണ് ഈ ഉത്തരവ്. ഇതിൽ ഉദ്യോഗസ്ഥന്റെ അജിത് കുമാറിന്റെ വിശദീകരണമടക്കം തൃപ്തികരമല്ല എന്ന വിലയിരുത്തൽ തന്നെയാണ് സർക്കാർ നടത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഉത്തരവ്, ഈ സസ്പെൻഷൻ എന്നതാണ് പ്രധാനമായും സർക്കാർ പുറത്തിറക്കുന്നത്. അതായത് ഒരു ഉദ്യോഗസ്ഥന്റെ മാത്രം മൊഴിയല്ല, അതായത് ഈ അജിത് കുമാർ മാത്രമല്ല ഇതിൽ വിശദീകരണം നൽകിയിരിക്കുന്നത്. അജിത് കുമാറിന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടവർ, ഒപ്പം തന്നെ ഈ അന്വേഷണ വഴികളുമായി ബന്ധപ്പെട്ട മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുടെ എല്ലാം വിശദമായ മൊഴി കേട്ട ശേഷമാണ് തീരുമാനമെടുത്തിരിക്കുന്നത് എന്നതാണ് സർക്കാർ ഈ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച ഇടക്കാല വിശദീകരണം തൃപ്തികരമല്ല. ഒപ്പം തന്നെ പോലീസിൻ്റെ നിഷ്പക്ഷതയും സർവീസിൻ്റെ അന്തസ്സും നിലനിർത്താൻ വകുപ്പ് തല അന്വേഷണം തീരുന്നതുവരെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു എന്ന് തന്നെയാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അതിൻ്റെ പ്രകാരമാണ് ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുന്നത്. കൃത്യമായ അദ്ദേഹത്തിൻ്റെ വീഴ്ചകൾ കൃത്യമായി തന്നെ ഇതിൽ പരാമർശിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ അജിത് കുമാറിന് സസ്പെൻഷനിലേക്ക് നയിച്ച വഴിയൊരുക്കുന്നത് പ്രധാനമായും ചില മൊഴികളാണ്. ഈ മൊഴികളിൽ അജിത് കുമാറിനെതിരെ വലിയ തരത്തിലുള്ള കണ്ടെത്തലുകളും ആക്ഷേപങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ മൊഴി നൽകിയ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പേരുകൾ ഞാൻ പരാമർശിക്കാം. അത് ഈ റിപ്പോർട്ടിലും ഉണ്ട്. KP ടോംസൺ, അദ്ദേഹം ഈ ADGP അജിത് കുമാർ ഒരു ഓഫീസ് യോഗത്തിൽ വെച്ച് ഒരു കേസ് ഡയറി, ഇത് സംബന്ധിച്ച കേസ് ഡയറി അദ്ദേഹം പരിശോധിച്ചു എന്ന കാര്യം പറയുന്നുണ്ട്. അന്വേഷണ ദിശയിൽ അദ്ദേഹം അതൃപ്തി പ്രകടിപ്പിക്കുകയും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന അംഗങ്ങൾക്ക് അക്രമത്തിൽ പങ്കുണ്ടെന്ന കേസ് ഡയറിയിലെ കണ്ടെത്തലുകളെ അദ്ദേഹം ചോദ്യം ചെയ്യുകയും ചെയ്തു എന്ന് KP ടോംസൺ ഈ SITക്ക് മൊഴി നൽകിയിട്ടുണ്ട്. ഇക്കാര്യം ഈ സസ്പെൻഷൻ ഓർഡറിൽ പറയുന്നുണ്ട്. മറ്റൊന്ന് സുനിൽ രാജാണ്, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസായ സുനിൽ രാജ് നൽകിയിരിക്കുന്ന മൊഴി. ഈ മൊഴിയിലും പറയുന്ന നിർദ്ദേശങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ അട്ടിമറി സൂചനകൾ പ്രകടമാണ്. അതായത് അദ്ദേഹത്തിൻ്റെ മൊഴിയിലും ഇത് സംബന്ധിച്ച് കൃത്യമായ സൂചനകളുണ്ട്. മറ്റൊരാൾ അരുൺ KS ആണ്, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ്. അദ്ദേഹവും അജിത് കുമാറിൻ്റെ ഓഫീസിൽ നിന്നും വലിയ തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായി എന്ന കാര്യം SITക്ക് മുന്നിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ മൊഴിയും ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, ADGPയുടെ ഓഫീസിലുണ്ടായിരുന്ന ചില പ്രധാനപ്പെട്ട പോലീസുകാരുടെ പങ്കും ഈ കേസ് അട്ടിമറിയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന വിലയിരുത്തൽ സസ്പെൻഷൻ ഓർഡറിലുണ്ട്. ADGPയുടെ ഓഫീസിലുണ്ടായിരുന്ന ഗ്രേഡ് സബ് ഇൻസ്പെക്ടർ ശ്രീ ഗിരീഷ്, സബ് ഇൻസ്പെക്ടർ ശ്രീ ശ്രീകാന്ത് എന്നിവർ അന്വേഷണ നടപടികൾ ഇടപെട്ട് കേസ് അവസാനിപ്പിക്കാൻ പങ്കുവഹിച്ചു എന്നതാണ് ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് MR അജിത് കുമാറിൻ്റെ ഈ വിശദീകരണം എന്താണെന്ന് കൂടി നോക്കാം. MR അജിത് കുമാർ സർക്കാരിന് നൽകിയിരിക്കുന്ന വിശദീകരണം ഇങ്ങനെയാണ്. താൻ കേസ് അന്വേഷണത്തിൽ അനധികൃതമായി ഇടപെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. SIT പ്രവർത്തിച്ചത് തന്നെ, അതായത് സർക്കാർ രൂപീകരിച്ച SIT, ആ SIT തനിക്കെതിരെ കണ്ടെത്തിയ കാര്യങ്ങൾ പോലും അതിൻ്റെ പരിധി ലംഘിച്ചുകൊണ്ടാണെന്ന് അദ്ദേഹം ഉന്നയിക്കുന്നു. തനിക്കെതിരെ മൊഴി നൽകിയ ഉദ്യോഗസ്ഥരെ ക്രോസ് വിസ്താരം ചെയ്യാൻ അവസരം വേണമെന്ന വിശദീകരണ കുറിപ്പ് കൂടി അദ്ദേഹം ഇതിൽ നൽകിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി നൽകിയ റിപ്പോർട്ടിൻ്റെ പകർപ്പ് അദ്ദേഹം ആവശ്യപ്പെടുന്നു. ഈ രേഖകൾ ലഭിച്ച ശേഷം താൻ പിന്നീട് വിശദമായ മറുപടി നൽകാം. അതായത് അജിത് കുമാർ ഇപ്പോൾ ഒരു ആദ്യ മറുപടിയാണ് നൽകിയിരിക്കുന്നത്. കൂടുതൽ വിശദമായ മറുപടി താൻ പിന്നീട് നൽകാമെന്നും കാര്യങ്ങളും അറിയിച്ചു. എന്തായാലും സർക്കാർ ഈ പ്രാഥമികമായി കണ്ടെത്തുന്ന കാര്യം ഇങ്ങനെയാണ്. ഈ വിഷയത്തിൽ വിശദമായ റിപ്പോർട്ടുകളും സാഹചര്യങ്ങളും പരിശോധിച്ച ശേഷം ആഭ്യന്തര വകുപ്പ് ഇത് സംബന്ധിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥൻ്റെ പ്രതികരണം തൃപ്തികരമല്ല, അതായത് അജിത് കുമാറിൻ്റെ പ്രതികരണം തൃപ്തികരമല്ല. ഉദ്യോഗസ്ഥരെ ക്രോസ് വിസ്താരം ചെയ്യാനുള്ള ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല, അജിത് കുമാറിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. അജിത് കുമാറിനെതിരെ ഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ടെന്നുമാണ് DGP സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. ഇതിൻ്റെ പ്രകാരമാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. ക്രിമിനൽ നടപടിക്രമത്തിലെ സെക്ഷൻ 36 പ്രകാരം മേലധികാരികൾക്ക് അന്വേഷണത്തിൽ ഇടപെടാമെങ്കിലും അത് നിയമപരവും നീതി ഉറപ്പാക്കുന്നതുമായിരിക്കണമെന്ന പ്രധാനപ്പെട്ട നിരീക്ഷണം കൂടി ഇതിലുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. അതായത് മേലധികാരിയായ ADGP അജിത് കുമാറിന് ഇടപെടാമെങ്കിൽ കൂടിയും അത്
നിയമപരവും നീതി ഉറപ്പാക്കുന്നതുമായിരിക്കണം. എന്നാൽ ഇവിടെ നടന്ന ഇടപെടൽ ഇരകൾക്ക് നീതി നിഷേധിക്കുന്നതും പ്രതികളെ രക്ഷിക്കുന്നതിനും വഴിവെച്ചു എന്നാണ് സർക്കാരിൻ്റെ നിരീക്ഷണം. ഈ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇതാണ് പ്രധാനമായും ഈ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. സാധാരണ രീതിയിൽ ഒരു ഉദ്യോഗസ്ഥനെതിരെ സസ്പെൻഷൻ നടപടി എടുക്കുമ്പോൾ ഇത്ര വിശദമായൊരു ഓർഡർ തയ്യാറാക്കാറില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഇവിടെ കൃത്യമായി തന്നെ ഒരു കുറ്റപത്ര സ്വഭാവത്തിൽ തന്നെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് ഈ സസ്പെൻഷൻ ഓർഡർ പുറത്തിറങ്ങിയിരിക്കുന്നത്. അതായത് സജിത്ത്, നമ്മൾ നേരത്തെ തന്നെ സംസാരിച്ച ഒന്നാണ്. അതായത് ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ സ്വാഭാവികമായും ADGP അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകും എന്നുള്ളത്. അവിടെയാണ് ഈ അജിത് കുമാറിനുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിൽ പുനരന്വേഷണത്തിലേക്ക് പോകുമ്പോൾ പോലും മുഖ്യമന്ത്രി പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയ പകപോക്കലല്ല, മറിച്ച് കോടതി ഉത്തരവ് പാലിക്കൽ ആണ് എന്ന്. ഇപ്പോഴിതാ ഈ രമേശ് ചെന്നിത്തലയുടെ പ്രതികരണമായി തന്നെ വന്നിട്ടുള്ളത് DGPയുടെ റിപ്പോർട്ട്. ആ റിപ്പോർട്ടിൽ കൃത്യമായ കണ്ടെത്തലുകളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തത് എന്നതാണ്. അതായത് രാഷ്ട്രീയത്തിനപ്പുറം നിയമപരമായ ഒരു പോരാട്ടത്തിലേക്ക് അജിത് കുമാർ പോയാൽ പോലും സർക്കാരിന് തട്ടുകേടുണ്ടാകാത്ത തരത്തിൽ തന്നെയുള്ള ഒരു സസ്പെൻഷൻ ഉത്തരവ്. അതാണല്ലോ അതിൻ്റെ ഉള്ളടക്കം സഹിതം ഇപ്പോൾ വ്യക്തമാക്കുന്നത് സഹിത്ത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനം SITയുടെ രൂപീകരണമായിരുന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ സംഘം, അവരുടെ രൂപീകരണമായിരുന്നു സർക്കാരിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ നീക്കം ഈ അജിത് കുമാറിനെതിരായ നടപടിക്ക് വഴിയൊരുക്കുന്നതിൻ്റെ ഭാഗമായി. ഇത്തരമൊരു അന്വേഷണ സംഘത്തിൻ്റെ അന്വേഷണത്തിലാണ് ഇത് സംബന്ധിച്ച നീക്കങ്ങൾ ഉണ്ടായത്. മാത്രമല്ല വളരെ വേഗത്തിൽ ഈ അന്വേഷണ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനും ഈ SITക്ക് കഴിഞ്ഞു എന്നതാണ്. ഷൗക്കത്ത് അലി, നമുക്കറിയാം, ഷൗക്കത്ത് അലിയും മുൻ സർക്കാരുമായുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് ഷൗക്കത്ത് അലിയെ പോലെ ഒരു ഉദ്യോഗസ്ഥനെ തന്നെ SIT തലവനായി കൊണ്ടുവരികയും അദ്ദേഹത്തെ കൊണ്ട് അന്വേഷിപ്പിച്ച് വേഗത്തിൽ റിപ്പോർട്ട് വാങ്ങിക്കാനും കഴിഞ്ഞു എന്നതാണ്. മാത്രമല്ല ഈ അന്വേഷണ വഴികളിൽ ഇതുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴികളടക്കം രേഖപ്പെടുത്താനും കഴിഞ്ഞിട്ടുണ്ട്. ഈ മൊഴികളടക്കം പരിശോധിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഉണ്ടായത്. ഇതിൽ പഴുതടച്ചുകൊണ്ടുള്ള ഒരു നീക്കം നടന്നു എന്ന സൂചനകൾ നമുക്ക് കരുതാം. ഒന്ന്, ആദ്യമായി ഇതിൽ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, ആദ്യ റിപ്പോർട്ടിൽ വ്യക്തതക്കുറവുണ്ട് എന്ന കാര്യം DGP ചൂണ്ടിക്കാട്ടുന്നു. അങ്ങനെയാണ് വീണ്ടും SITയോട് അന്വേഷണം നടത്താൻ ആവശ്യപ്പെടുന്നു. ആ അന്വേഷണം വളരെ പെട്ടെന്ന് നടത്തിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു പഴുതടയ്ക്കൽ നടന്നിട്ടുണ്ടാവാം. എന്തായാലും DGP തന്നെ ഉദ്യോഗസ്ഥൻ്റെ വീഴ്ച ചൂണ്ടി പറയുന്നുണ്ട്. ഒരു മേലുദ്യോഗസ്ഥന് ഇടപെടാമെന്ന് പറയാമെന്നുണ്ടെങ്കിൽ തന്നെ, അധികാരമുണ്ടെന്ന് പറയുമ്പോൾ തന്നെ അത് നീതിരഹിക്കുന്ന രീതിയിൽ നീതിപരമായ ഇടപെടലാണ് ഉണ്ടാവേണ്ടത്. പക്ഷേ ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഇരയ്ക്ക് നീതി നിഷേധിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായി എന്ന കണ്ടെത്തലാണ് DGP തന്നെ നടത്തിയിരിക്കുന്നത്. ആ ശുപാർശ പരിഗണിച്ചുകൊണ്ടാണ് സർക്കാരിൻ്റെ സസ്പെൻഷൻ എന്നതാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന കാര്യം. എന്തായാലും ADGP അജിത് കുമാർ അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലെ സമീപിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അത്തരം ചില സൂചനകൾ പങ്കുവയ്ക്കുന്നുണ്ട്. കാരണം തൻ്റെ DGP സ്ഥാനം നഷ്ടമാക്കുന്ന ഈ സസ്പെൻഷൻ നീക്കത്തെ അദ്ദേഹം ചോദ്യം ചെയ്യുകയാണ്. ആര് വിജയിക്കും കോടതിയിൽ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. സർക്കാർ ഈ സസ്പെൻഷൻ ഓർഡറിലൂടെ തന്നെ പരാമർശിക്കുന്ന കണ്ടെത്തലുകൾ കോടതിയിൽ നിലനിൽക്കുമോ? ഒരുപക്ഷേ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിലേക്ക് വരുമ്പോൾ അത് സംബന്ധിച്ചൊരു വിശദമായ വാദം കേൾക്കൽ തന്നെ ഉണ്ടാവാനാണ് സാധ്യത. യെസ്, എന്ത് തന്നെയാണെങ്കിലും ഇപ്പോഴിതാ ഈ പകർപ്പ്, അതായത് ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിൻ്റെ പകർപ്പാണ് പ്രേക്ഷകർ കാണുന്നത്. ന്യൂസ് 18 ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് ആ പകർപ്പാണ്. അവിടെയാണ് സജിത്ത് സൂചിപ്പിക്കുന്ന പോലെ ഒരു കുറ്റപത്രത്തിന് സമാനമാകുന്ന തരത്തിൽ അജിത് കുമാറിൻ്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ വീഴ്ചകളാണ് ഉണ്ടായത്, എന്തൊക്കെ വീഴ്ചകളുടെ അടിസ്ഥാനത്തിലാണ് ഈ സസ്പെൻഷൻ നടപടിയിലേക്ക് പോയത് എന്ന് വ്യക്തമാക്കുന്ന ഒരു ഉത്തരവാണിപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.